മഞ്ഞുമണക്കുന്നൊരു പാതിരാവിൽ ആകാശമണ്ഡലങ്ങൾ ചായച്ച് അവൻ ഇറങ്ങി വരവേ അവൻ്റെ കരങ്ങളിൽ പിടിച്ച് ഞാൻ പരിഭവപ്പെട്ടു. എൻ്റെ ഇത്രയും കാലം നീ അകന്നിരുന്നത്, നോവുകളും നൊമ്പരങ്ങളും കൂടുവെച്ച് എൻ്റെ കവിളത്ത് നീ എന്നെ ഒരു മുത്തം തന്നില്ല. സുഖവും ദുഃഖവും സന്തോഷവും സന്താപവും നിർത്താതെ നൃത്തമാടി എൻ്റെ ജീവിതത്തിൽ നീ എന്നെ എനിക്ക് തുണയായിരുന്നു. കറുപ്പും വെളുപ്പും ഇടകലർന്ന ജീവിതത്തിന്റെ ചതുരംഗക്കളത്തിനരികിൽ ഞാനൊരു തളർന്ന പോരാളിയെ പോലെ ഇരുന്നപ്പോൾ നീ എന്നെ സഹായിച്ചില്ല. ഇപ്രകാരം പരാതികളുടെയും പരിഭവങ്ങളുടെയും പൊതിക്കെട്ടുകൾ അഴിച്ചു വെക്കവേ തന്റെ വിശുദ്ധമായ വിരൽത്തുമ്പ് നീട്ടി എന്നെ സ്പർശിച്ചുകൊണ്ട് അവൻ എന്നോട് ചോദിച്ചു, നിന്റെ അശുദ്ധമായ വികാരങ്ങളിലേക്കും വിചാരങ്ങളിലേക്കും എൻ്റെ വിരൽത്തുമ്പ് പതിയുമ്പോൾ അവ നിർമ്മലമാകുമെന്ന് നീ മറന്നതെന്തേ? നിന്റെ അശുദ്ധമായ വികാരങ്ങളിലേക്കും വിചാരങ്ങളിലേക്കും എൻ്റെ വിരൽത്തുമ്പ് പതിയുമ്പോൾ അവ നിർമ്മലമാകുമെന്ന് നീ മറന്നതെന്തേ? 1000 ചോദ്യങ്ങൾക്ക് ഒരൊറ്റ ഉത്തരം കൊണ്ട് കർത്താവ് അനേകം ചോദ്യങ്ങളുടെ മുനെ ഒടിക്കുകയും കർത്താവായ മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സാംസണച്ചൻ, പ്രിയപ്പെട്ട പ്രേമച്ചൻ, പ്രിയ സിസ്റ്റേഴ്സ്, പ്രിയ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, പാപമംഗലമായ മനുഷ്യകുലത്തിന് പ്രത്യാശയുടെ പ്രതിമന്ത്രമോദി മാനവകുല ചരിത്രത്തിലേക്ക് ഇറങ്ങി വന്ന ഉഷകാല താരമാണ് മറിയം. നീതിസൂര്യനായ മിശിഹ ഈ ഭൂമിയിലേക്ക് ആഗതനാകുന്നതിന് മുൻപ് ദൈവം പ്രത്യാശയുടെ ഒരു പൊൻകിരണത്തെ ലോകത്തിൽ ഉദിക്കാനിടയാക്കി. അവരുടെ പേര് മറിയം എന്നാണ്. ജന്മഭാവമില്ലാതെ ഉത്ഭവിച്ച മറിയം ദൈവത്തിന്റെ അകൈതവമായ കാരുണ്യത്തിന്റെയും അനന്തകോടി നന്മയുടെയും പ്രത്യാശയുടെയും പ്രതീകമാണ്. ഒരുപക്ഷെ ദൈവം ലോകത്തെ സൃഷ്ടിച്ചിട്ട് ലോകത്തിലെ ഓരോ സൃഷ്ടികർമ്മങ്ങളും കഴിയുമ്പോൾ ദൈവം സ്വയം പറയുന്നുണ്ട്, കൊള്ളാം, എല്ലാം നന്നായിരിക്കുന്നു. ദാറ്റ്സ് എ പോസിറ്റീവ് സ്ട്രോക്ക്. എല്ലാം നന്നായിരിക്കുന്നു. ദൈവം എല്ലാത്തിനെയും സൃഷ്ടിച്ച് ഒടുവിൽ സൃഷ്ടിയുടെ മകുടമായി മനുഷ്യനെയും സൃഷ്ടിച്ച് സർവ സൃഷ്ടിജാലങ്ങളെയും അടക്കി ഭരിക്കാനുള്ള പേറ്റന്റ് അവന്റെ കയ്യിൽ കൊടുത്തിട്ട് ദൈവം വിശ്രമിക്കുകയാണ്. കാരണം ദൈവത്തിനൊരു പ്രതീക്ഷയുണ്ട്. ദൈവത്തിന്റെ സ്വപ്നങ്ങളെ പൂർത്തീകരിക്കാൻ മനുഷ്യൻ തന്റെ ഹൃദയത്തോട് ദൈവത്തിന്റെ ആഗ്രഹങ്ങളെ ചേർത്ത് വെക്കുമെന്ന ദൈവത്തിന്റെ പ്രത്യാശ. നമുക്കറിയാം, പിന്നീട് മനുഷ്യകുലം തിന്മയിൽ നിന്ന് തിന്മയിലേക്ക് കൂപ്പുകുത്തുമ്പോൾ ദൈവം അനേകം പ്രവാചകന്മാരെ, ദീർഘദർശികളെ, ദൈവത്തിന്റെ പുത്രന്മാരെ ഈ മണ്ണിലേക്ക് അയച്ച് ഈ നഷ്ടപ്പെട്ട ആദിമ കൃപാവര പദവി പുനഃസ്ഥാപിക്കാൻ ഭഗീരഥ പ്രയത്നം നടത്തുന്നത് നമ്മൾ കണ്ടെത്തുന്നുണ്ട്. എന്നാൽ ഓരോ പ്രവാചകന്മാരെയും ഓരോ ദൈവ മനുഷ്യരെയും ഈ മനുഷ്യകുലം നിഷ്കരുണം തള്ളിക്കളയുമ്പോൾ അവരിൽ പലരും ചോര ചിന്തി മരണത്തെ പുൽകുമ്പോൾ ദൈവം ഒരു തീരുമാനമെടുത്തു, ഇനി തന്റെ മകനെ മണ്ണിലേക്ക് അയക്കാം. അതുകൊണ്ടാണ് വിശുദ്ധ ഗ്രന്ഥം യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 16-ാം തിരുലിഖിതത്തിൽ വരിതെറ്റാതെ കുറിക്കുന്നത്. എന്തെന്നാൽ തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രത്തോളം സ്നേഹിച്ചു. തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രത്തോളം സ്നേഹിച്ചു. അങ്ങനെയെങ്കിൽ ദൈവം ലോകത്തെ അത്രത്തോളം സ്നേഹിക്കാൻ കാരണം എന്താണ്? അതിന് മറുപടി വേണമെങ്കിൽ ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാമത്തെ അധ്യായം അതിന്റെ 23-ാം തിരുലിഖിതം മനോഹരമായിട്ടാണ് വേദഗ്രന്ഥം കുറിക്കുന്നത്. ദൈവം തന്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവം തന്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. നമ്മൾ ആരും ദൈവത്തെ കണ്ടിട്ടില്ല. ഒരുപക്ഷെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന നമ്മൾ ആരും ഇനി ദൈവത്തെ കാണാനും പോകുന്നില്ല. പക്ഷേ ദൈവം ആരാണ് എന്നറിയണമെങ്കിൽ സൃഷ്ടിക്കപ്പെട്ട നിന്റെ സഹോദരന്റെ കണ്ണുകളിലേക്ക്, അവന്റെ രൂപത്തിലേക്ക്, അവന്റെ നിറത്തിലേക്ക്, അവന്റെ അസ്തിത്വത്തിലേക്ക് നോക്കിയാൽ അറിയാം ദൈവം ആര് എന്ന്. കാരണം ദൈവത്തിന്റെ തനിപ്പകർപ്പാണ് ഓരോ മനുഷ്യനും. ദൈവത്തിന്റെ തനിപ്പകർപ്പാണ് മനുഷ്യൻ.
എന്റെ ദൈവം എവിടെയെന്ന് ചോദിച്ചാൽ എന്റെ ദൈവം എന്റെ അടുത്തിരിക്കുന്നവനാണ്. പക്ഷേ ആ മനുഷ്യൻ ഒരു വലിയ രഹസ്യമാണ്. എബ്രഹാം മാർസലോ എന്നൊരു താത്വികനുണ്ട്. അയാൾ പറയും, ഈ ലോകത്തിലെ ഏറ്റവും വലിയ രഹസ്യം നിന്റെ അടുത്തിരിക്കുന്ന മനുഷ്യനാണ്. അത്രത്തോളം യുണീക്കായിട്ടാണ്, അത്രത്തോളം അനന്യതയുള്ളവനായിട്ടാണ് ദൈവം ഓരോ മനുഷ്യനെയും സൃഷ്ടിച്ചിരിക്കുന്നത്. എന്റെ ദൈവം എവിടെയെന്ന് ചോദിക്കുമ്പോൾ ടാഗോർ പറയും, പാടത്ത് പണിയെടുക്കുന്നുണ്ട്. ഭജനം പൂജനയും ആരാധനയും ഹേ നിർത്തുക സാധോ, നിജ ദേവാലയ മൂലയിൽ എന്തിരിക്കും നീ രുദ്രകവാടം. നിന്റെ ആരാധനയും പ്രാർത്ഥനയും ഒക്കെ നിർത്തുക. നീ ദേവാലയത്തിനകത്ത് മാത്രം ഇരുന്ന് കൊണ്ട് കാര്യമില്ല, പാടത്തു നിന്റെ ദൈവം പണിയെടുക്കുന്നുണ്ട്. എന്നിട്ട് ടാഗോർ ചോദിക്കും, നീ കേൾക്കുന്നില്ലേ, ദൈവത്തിന്റെ കാലടിപ്പാടുകൾ പതുക്കെ പതുക്കെ നിന്റെ അരികിലേക്ക് വരികയാണ്. അതറിയണമെങ്കിൽ നിന്റെ ചെവി നീ തറയോട് ചേർത്ത് കുനിഞ്ഞ് ദൈവത്തിന്റെ കാലടിപ്പാടുകളുടെ സ്വരം കേൾക്കാൻ കഴിവുള്ളവനായി മാറണം. ഈ കഴിവാണ് പരിശുദ്ധ അമ്മയെ മാനവകുല ചരിത്രത്തിലെ അനർഘമായ സ്ത്രീരത്നമാക്കി മാറ്റുന്നത്. എളിമയോളം മണ്ണോളം എളിമപ്പെട്ട് ഇനി എളിമ കൊണ്ട് ആർക്കും അവളെ തോൽപ്പിക്കാൻ പറ്റാത്ത വിധം താന്നു കൊടുത്തവളാണ് മറിയം. മറിയത്തിന്റെ എളിമയാർന്ന ഉദരത്തിന്റെ പതുപതുപ്പിലേക്കാണ് ദൈവം തന്റെ മകനെ കൊടുക്കാൻ തയ്യാറായത്. മറിയത്തിന്റെ കാലഘട്ടത്തിലും അന്തപുരങ്ങളിൽ തിരുവയറൊഴിഞ്ഞ് കാത്തിരുന്ന അനേകം കന്യകമാരുണ്ടായിരുന്നു, തമ്പുരാട്ടിമാരുണ്ടായിരുന്നു. അവരിലേക്ക് ആരിലേക്ക് പോകാൻ ദൈവം തിരുമനസ്സായില്ല. മറിയം എന്ന സാധാരണ പെൺകുട്ടിയുടെ കുഞ്ഞുദരത്തിലേക്ക്, അവളുടെ എളിമയുടെ വിശാലമായ ലോകത്തിലേക്ക് ദൈവം സ്വയം ആവാഹിക്കപ്പെടുകയാണ്. ദൈവത്തിന് ഈ ഭൂമിയിൽ സ്വയം ജാതനാകാനുള്ള എല്ലാ പോസിബിലിറ്റീസും നിലനിൽക്കുമ്പോൾ അതൊന്നും വേണ്ട, മറിയത്തിന്റെ ഉദരത്തിൽ ജന്മം കൊണ്ടാൽ മതി എന്നുള്ള ദൈവത്തിന്റെ തീരുമാനം. ഒരുപക്ഷെ ദൈവത്തെ ലോകത്തിൽ ഏറ്റവും ഭ്രമിപ്പിച്ചിട്ടുള്ളത് മറിയമായിരിക്കണം, മറിയത്തിന്റെ എളിമയായിരുന്നിരിക്കണം. ദൈവം പ്രണയിച്ച പെൺകുട്ടിയാണ് മറിയം. അത്രത്തോളം നിഷ്കളങ്കതയുള്ള ഒരുവളായിരുന്നു മറിയം. അശുദ്ധി നിറഞ്ഞ ലോകത്തെ വിശുദ്ധിയുടെ വിരൽത്തുമ്പ് കൊണ്ട് തൊടാൻ ദൈവം തിരഞ്ഞെടുത്തതിന്റെ പേരാണ് മറിയം എന്നുള്ളത്. മറിയത്തോളം പോകുന്ന ഒരു നന്മയെ ഇനി ഈ ലോകത്ത്, ഈ പ്രപഞ്ചത്തിൽ കണ്ടെത്താൻ പറ്റില്ല. കുറച്ച് അതിശയോക്തി കലർത്തി പറയും, ദൈവത്തിന് ഈ പ്രപഞ്ചങ്ങളൊക്കെയും വീണ്ടും സൃഷ്ടിക്കാൻ പറ്റും, പക്ഷെ മറിയത്തെ പോലെ ഒരു പെൺകുട്ടിയെ ഇനി ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്. നമുക്കറിയാം, ദൈവത്തിന് ഒന്നും അസാധ്യമല്ല, ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. മറിയത്തെ പോലെ അനേകം സൃഷ്ടികളെ ഇനിയും നടത്താൻ പറ്റും. പക്ഷേ സഭ, ആത്മീയ ഗുരുക്കന്മാർ മറിയത്തിന്റെ ഔന്നത്യത്തെ ആകാശത്തോളം ഉയർത്തി പറയും, മറിയത്തെ പോലൊരു പെണ്ണിനെ ഇനി ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അത്രത്തോളം വിശുദ്ധി നിറഞ്ഞ, അത്രത്തോളം നന്മ നിറഞ്ഞവളുടെ പേരാണ് മറിയം എന്നുള്ളത്. അതുകൊണ്ടാണ് ദൈവം തന്റെ ദൂതൻ വഴി അവളെ അഭിസംബോധന ചെയ്തത്, നന്മ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെയാണ്, കർത്താവ് നിന്നോടുകൂടെയാണ്. യേശയ്യാ പ്രവചനം പറയുന്നത്, കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവനെ ഇമ്മാനുവൽ എന്ന് വിളിക്കണം. ഇമ്മാനുവൽ എന്ന് പറഞ്ഞാൽ ഗോഡ് ഈസ് വിത്ത് us, കർത്താവ് നിങ്ങളോടുകൂടെ. അതേ വാക്യമാണ് ദൈവത്തിന്റെ ദൂതൻ നന്മ നിറഞ്ഞ മറിയത്തെ നോക്കി പറയുന്നത്, കർത്താവ് നിന്റെ കൂടെയുണ്ട്. കർത്താവ് നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നിന്നിൽ നിന്ന് വേറെ ആർക്കാണ് മാറി നിൽക്കാൻ പറ്റുന്നത്? അശുദ്ധി നിറഞ്ഞ ജീവിതങ്ങളിലേക്ക് പ്രകാശത്തിന്റെ ഒരു കൈക്കുടൽ നിലാവായി ദൈവം പറിച്ചു നട്ട ആ കന്യകയാണ് കത്തോലിക്ക സഭയുടെ 3 പ്രധാനപ്പെട്ട വിശ്വാസ തൂണുകളിൽ ഒന്നായി ഇന്നും സഭയെ താങ്ങി നിർത്തുന്നത്. കത്തോലിക്ക സഭയ്ക്ക് പ്രധാനപ്പെട്ട വിശ്വാസത്തിന്റെ പാരമ്പര്യങ്ങൾക്ക് 3 തൂണുകളുണ്ട്. ഒന്ന്, യൂക്കറിസ്റ്റ് ഈസ് ദ സെന്റർ ഓഫ് കാത്തലിക് ലൈഫ്. ദിവ്യകാരുണ്യമാണ് ക്രൈസ്തവ വിശ്വാസത്തിന്റെ, കത്തോലിക്ക വിശ്വാസം. മാതൃത്വം, അത് ലോകത്തിന്റെ മുഴുവൻ മാതൃത്വമാണ്, അത് സഭയുടെ മാതൃത്വമാണ്, ഓരോ കത്തോലിക്കന്റെയും മാതൃത്വമാണ്. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ നടക്കുമ്പോൾ നടന്ന ഏറ്റവും വലിയ ചർച്ച മറിയത്തിന് എന്ത് പേര് കൊടുത്ത് അവളെ മഹത്വപ്പെടുത്താൻ പറ്റുമെന്നുള്ളതാണ്. ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് പല മെത്രാന്മാരും തീരുമാനങ്ങൾ എടുത്തയച്ചു, മറിയത്തെ സർവകൃപാവരങ്ങളുടെയും മധ്യസ്ഥ, അഥവാ ദ മീഡിയാട്രിക്സ് ഓഫ് ഓൾ ഗ്രേസസ് എന്ന് പ്രഖ്യാപിക്കണമെന്ന് ആവശ്യമുണ്ടായി. സഭാപിതാക്കന്മാർ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ കൂലങ്കഷമായ ചർച്ച നടത്തി, ഇനി മറിയത്തെ എന്ത് പേര് കൊടുത്താണ് ഉയർത്തി നിർത്താൻ പറ്റുക? അവസാനം അവർ ഒരു തീരുമാനത്തിലെത്തി, ഷീ ഈസ് ദ മദർ ഓഫ് ദി ചർച്ച്, അവൾ സഭയുടെ അമ്മയാണ്. മറിയം സഭയുടെ അമ്മയാണ്. കാരണം മറിയം
യേശുവിന്റെ അമ്മയാണ്. And that is perhaps the most biblical title that could be entitled to Mother Mary. പരിശുദ്ധ അമ്മയ്ക്ക് കൊടുക്കാവുന്ന ഏറ്റവും മനോഹരമായ അംഗീകാരം കൊടുത്തുകൊണ്ടാണ് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ യേശുവിന്റെ അമ്മയെ സഭയുടെ അമ്മയായി, ലോകത്തിന്റെ അമ്മയായി പ്രതിഷ്ഠിക്കുന്നത്. അങ്ങനെയുള്ള ഒരു അമ്മയുടെ മക്കളാണ്. അത്രത്തോളം ഔന്നത്യത്തിലേക്ക് നിൽക്കുന്ന ഒരു അമ്മയുടെ മക്കൾ. സഭ അത്രത്തോളം ഉയർത്തുമ്പോഴും മണ്ണോളം ഉയർന്ന അവൾ, വിണ്ണോളം ഉയർന്ന അവൾ മണ്ണോളം താഴ്ന്നു വന്ന് മക്കളെ ചേർത്ത് പിടിക്കാൻ വെമ്പൽ കൊള്ളുന്നവളാണ്. ദൈവത്തിന്റെ ദൂതൻ പ്രത്യക്ഷപ്പെടുമ്പോ മറിയം പറയുന്നത്, ഇതാ കർത്താവിന്റെ ദാസി, ഇതാ കർത്താവിന്റെ ദാസി. ദാസി എന്ന് പറഞ്ഞവളെ ദൈവമായ കർത്താവ്, തൃത്വൈക ദൈവം സ്വർഗത്തോളം ഉയർത്തി മഹത്വത്തിന്റെ കിരീടം കൊണ്ട് പൊതിഞ്ഞ് അവളെ സ്വർഗത്തിന്റെയും ഭൂമിയുടെയും റാണിയായി വാഴിച്ച ചരിത്രമാണ് സഭയിലുള്ളത്. നമ്മുടെ കാലഘട്ടങ്ങളിലൊക്കെ ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടി പ്രണയിക്കുമ്പോൾ, ഒരു ഭാര്യ ഒരു ഭർത്താവിനെ സ്നേഹിക്കുമ്പോൾ, ദാമ്പത്യ ബന്ധത്തിൽ പരസ്പരം സ്നേഹം പങ്കുവെക്കുമ്പോൾ പരസ്പരം ആളുകൾ പറയും, എനിക്ക് നീ ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല, നിന്നോളം ഞാൻ ആരെയും പ്രണയിച്ചിട്ടില്ല, നീ ഇല്ലാത്ത ജീവിതത്തെ കുറിച്ച് ഇനി എനിക്ക് ചിന്തിക്കാനേ പറ്റില്ല, എന്റെ ശ്വാസമാണ് നീ. ആലങ്കാരികമായ വാക്കുകൾ കൊണ്ട് കൂടെ ജീവിക്കുന്ന ആളുകളെ നമ്മളിങ്ങനെ ഭ്രമിപ്പിക്കും. കുറച്ചു കഴിയുമ്പോൾ സ്വന്തമാക്കി കഴിയുന്ന ഈ വ്യക്തികളെ നമ്മൾ പതുക്കെ പതുക്കെ വെറുക്കാൻ തുടങ്ങും. ഫെമിലിയാരിറ്റി ബ്രിങ്സ് കണ്ടംപ്റ്റ് എന്നാ പറയുന്നത്. അതിപരിചയം നമ്മുടെ ജീവിതത്തിൽ മനുഷ്യരോട് വെറുപ്പുളവാക്കുന്നു. ഒരിക്കൽ പ്രാണൻ കൊടുത്ത് സ്നേഹിച്ച പെൺകുട്ടിയെ പിന്നെ ചാക്കിൽ പൊതിഞ്ഞ് ഏതെങ്കിലും ഒരു മണലാരണ്യത്തിലേക്ക് തള്ളാൻ നമുക്ക് യാതൊരു അറപ്പും ഉണ്ടാവുകയില്ല. അൾത്താരയുടെ മുൻപിൽ വെച്ച് മിന്നുകെട്ടി ജീവന്റെ പാതിയായി കൊണ്ടുപോകുന്നവളെ പിന്നെ മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കാൻ നമുക്ക് യാതൊരുവിധ പ്രയാസവും ഉണ്ടാകില്ല. സ്നേഹത്തിന്റെ ആദ്യത്തെ നാളുകളിൽ മനസ്സ് വല്ലാണ്ട് കുളിരുമ്പോ ജീവിത പങ്കാളിയോട് പറയും, നീ എനിക്ക് ഏറെ പ്രിയപ്പെട്ടവളാണ്. അവൾ പറയും, ഞാൻ നിനക്ക് വിധേയപ്പെട്ട് ജീവിച്ചു കൊള്ളാം. പിന്നീട് എപ്പോഴൊക്കെയോ ജീവിതത്തിൽ താളപ്പിഴകൾ സംഭവിക്കും. നിന്നെ പൊന്നുപോലെ കാത്തോളാം, ജീവന്റെ പാതിയായി നിന്നെ കാത്തോളാം എന്ന് പറയുന്നവരൊക്കെ മണ്ണിന്റെ ആഴങ്ങളിലേക്ക് ഒരു ജീവിതത്തെ പുതപ്പിക്കുമ്പോൾ, ഇവിടെ മറിയം എന്നുള്ള പെൺകുട്ടി ദൈവത്തിന് എളിമപ്പെട്ട്, ദൈവമുണ്ടാകെ എളിമപ്പെട്ട് കർത്താവിന്റെ ദാസി എന്ന് പറയുമ്പോൾ അവൾക്ക് ദൈവം തിരിച്ചു കൊടുക്കുന്ന ഒരു ഉറപ്പ്, നിന്നെ ഞാൻ സ്വർഗത്തോളം ഉയർത്താമെന്നൊരു വാക്കല്ല, നിന്നെ ഞാൻ സ്വർഗത്തിൽ കൊണ്ടുപോയിരിക്കുമെന്നുള്ള തീരുമാനം. അതാണ് പൗരുഷം എന്ന് പറയുന്നത്. അതാണ് പൗരുഷം എന്ന് പറയുന്നത്. എന്റെ സംരക്ഷണത്തിന് ഏൽപ്പിക്കപ്പെട്ട എന്റെ അമ്മ, എന്റെ സഹോദരി, എന്റെ കൂടപ്പിറപ്പുകൾ തുടങ്ങി എല്ലാവരെയും സ്വർഗത്തോളം ഉയർത്താൻ ഞാൻ മരിക്കേണ്ടി വന്നാലും, അവർക്ക് വേണ്ടി ബലിയാടാകേണ്ടി വന്നാലും, എന്റെ പ്രിയപ്പെട്ടവരുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണീര് ഈ ഭൂമിയെ ചുംബിക്കാൻ അനുവദിക്കില്ല എന്ന തീരുമാനമാണ് പൗരുഷം. ദൈവമാണത്, ജീവിച്ചിരിക്കുന്ന ദൈവമാണത്. നമ്മുടെ സംരക്ഷണത്തിന് ഏൽപ്പിക്കപ്പെട്ട സ്ത്രീകൾക്ക് വേണ്ടി തെരുവോരങ്ങളിൽ പ്ലക്കാർഡ് ഉയർത്തി വനിതാ വിമോചനത്തിന് വേണ്ടി പ്രസംഗിക്കേണ്ടവരല്ല നമ്മൾ. നമ്മുടെ വീടിന്റെ 4 ചുവരുകൾക്കുള്ളിൽ നമ്മുടെ സ്ത്രീകൾക്ക് സംരക്ഷണം ഒരുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വനിതാ വിമോചകരായി ഏതെങ്കിലും ഒരു പാർട്ടിയുടെ കൊടിക്കൂറയുമേന്തി തെരുവോരങ്ങളിൽ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ സംരക്ഷണത്തിന്റെ ഭിത്തി കെട്ടാമെന്നൊരു തീരുമാനമെടുക്കുന്നുണ്ടെങ്കിൽ അതോളം പോകുന്ന ചരിത്രപരമായ വിഡ്ഢിത്തം വേറെ ഏതാ ഉള്ളത്? എന്റെ ഭവനത്തിനകത്ത് എന്റെ ഭാര്യയ്ക്കോ എന്റെ അമ്മയ്ക്കോ എന്റെ പെങ്ങൾക്കോ എന്റെ കൂടപ്പിറപ്പിനോ സ്വതന്ത്രമായി ജീവിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ, എന്റെ നാട്ടിൽ തലയുയർത്തി നടക്കാൻ എന്റെ കുടുംബത്തിലെ സ്ത്രീകൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ, അവരുടെ സ്ത്രീത്വത്തെ മാനോളം ഉയർത്താൻ ഞാൻ പരിശ്രമിക്കുന്നില്ല എങ്കിൽ, നാട്ടിലെ സ്ത്രീകളുടെ സംരക്ഷണം മുഴുവൻ കുത്തകയായി ഞാൻ ഏറ്റെടുക്കാമെന്നൊക്കെ വിചാരിക്കുന്നത് വലിയ മണ്ടത്തരമാണ്. അതൊരിക്കലും സാധ്യമല്ല. അതൊരിക്കലും സാധ്യമല്ല. തൃത്വൈക ദൈവം മറിയത്തിന്റെ ജീവിതത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നതും അതാണ്. അവൻ അടിയറെന്ന് പറഞ്ഞ ഒരു സ്ത്രീയെ ആകാശത്തോളം ഉയർത്തി സ്ത്രീത്വത്തിന്റെ മഹനീയതയെ ഉന്നതങ്ങളിലേക്ക് ഉയർത്തുന്ന കർത്താവ് നൽകുന്ന മാതൃകയോളം വലിയ മാതൃകയൊന്നും ഒരാൾക്ക് മേൽ തരാൻ പറ്റില്ല. നമ്മൾ പലപ്പോഴും ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുന്നവര്. നമ്മൾ കണ്ണടച്ചാൽ നമുക്ക് മാത്രമേ ഇരുട്ടാവുകയുള്ളൂ, ചുറ്റുപാട് നിൽക്കുന്നവർക്ക് ആർക്കും ഇരുട്ടാവുകയില്ല. അതുകൊണ്ട് നാം സംരക്ഷണം ആരംഭിക്കേണ്ടതും നാം കരുതൽ ആരംഭിക്കേണ്ടതും നമ്മുടെ കുടുംബത്തിനകത്തു നിന്നാണ്. നമ്മൾ എത്രത്തോളം ഉയർന്നാലും എവിടത്തോളം ചെന്നെത്തിയാലും ജന്മം നൽകിയ വയറിനോളം അനുഗ്രഹപ്രദമായ ഒരു ജീവിതക്രമം ഇനി നമുക്ക് കണ്ടെത്താൻ പറ്റും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, പരിശുദ്ധ അമ്മയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോഴൊക്കെ
നിനക്ക് ജന്മം നൽകിയ നിന്റെ അമ്മയിലേക്ക് നീ ഒരു തീർത്ഥാടനം നടത്തണം. നിങ്ങൾ വേളാങ്കണ്ണിയിലേക്കും ലൂർദിലേക്കും പോകരുത്, നിങ്ങൾ IMS-ലേക്ക് പോകരുത്, നിങ്ങൾ പ്രമുഖമായ മരിയൻ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് പോകരുത്. അവിടെ ഇരിക്കുന്ന അമ്മ പ്രസാദിക്കുകയില്ല. ആദ്യം നിന്റെ കുടുംബത്തിനകത്ത് തോരാത്ത കണ്ണീരുമായി ഇടനെഞ്ച് പൊട്ടി ജീവിക്കുന്ന നിന്റെ അമ്മയിലേക്ക് ഒരു തീർത്ഥാടനം നടത്താത്തിടത്തോളം കാലം മറിയം എന്ന അമ്മ ഒരിക്കലും നിന്റെ ജീവിതത്തിൽ പ്രസാദിക്കുകയില്ല. നമ്മൾ കരുതുന്നത് ദേവാലയത്തിലേക്ക് വരുന്ന വഴിയിലും ദേവാലയത്തിനകത്തും തീരാതെ ജപമാല മണികൾ നമ്മൾ എണ്ണിക്കൂട്ടുമ്പോൾ മറിയം എന്ന അമ്മ നമ്മിൽ നിരന്തരം പ്രസാദിച്ചു കൊണ്ടിരിക്കുകയാണെന്നാണ്. ഒരിക്കലുമില്ല, അതൊരു വ്യാമോഹമാണ്. നമുക്ക് ജന്മം നൽകിയ നമ്മുടെ മാതാപിതാക്കളിലേക്ക് നമ്മൾ എത്തപ്പെടാത്തോടത്തോളം കാലം മറിയം എന്നുള്ള അമ്മ നമ്മിൽ പ്രസാദിക്കാൻ പോകുന്നില്ല. വാർദ്ധക്യത്തിലേക്ക് എത്തി ജരാനരകൾ ബാധിച്ച് തൊലി ചുക്കിച്ചുളഞ്ഞ് അസ്ഥികൾ നുറുകിയൊടിയുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്ന വൃദ്ധരായ ദമ്പതികളെ പോലും കുടുംബത്തിന്റെ പടിയടച്ച് പിണ്ടം വെക്കുന്ന പുതിയ തലമുറയുടെ നാട്ടിൽ ഈ പറയുന്ന വാക്കുകൾക്ക് എത്രത്തോളം പ്രസക്തി ഉണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ പെറ്റ വയറിന്റെ വേദനയിലേക്കും അധ്വാനത്തിന്റെ കൈത്തഴമ്പുമായി നിൽക്കുന്ന അപ്പന്റെ നൊമ്പരങ്ങളിലേക്കും മടങ്ങിപ്പോകാൻ പറ്റാത്ത മക്കൾ ആരും ദേവാലയത്തിനകത്ത് ദൈവത്തെ കണ്ടെത്തുകയില്ല. ഒരു പരിശുദ്ധ കുർബാനയിലും ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റില്ല. ഒരു ജപമാല മണികളും നിങ്ങൾക്ക് മോക്ഷം പ്രദാനം ചെയ്യുന്ന ഒന്നായി മാറുകയില്ല. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളിലേക്ക്, അപ്പനിലേക്ക്, അമ്മയിലേക്ക് തുറന്നു വെച്ച കണ്ണുകളോടുകൂടെ സഞ്ചരിക്കാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ ഞാൻ പറയും, നിങ്ങൾ ദൈവത്തെ ഇഷ്ടപ്പെട്ടവരാണ്, ദൈവം നിങ്ങളെ ഇഷ്ടപ്പെട്ടവരാണ്. ഒരു വൈദികനാകാനായിട്ട് എടുക്കുന്ന കാലഘട്ടം ഏതാണ്ട് 13 തൊട്ട് 14 വർഷങ്ങളാണ് സെമിനറിയിൽ ഒരു ചെറുപ്പക്കാരന്റെ ജീവിതം അയാൾ ഹോമിക്കുന്നത്. എന്റെ ഇത്രയും നാളത്തെ വൈദിക ജീവിതത്തിനിടയിൽ ഞാൻ ഒരുപാട് പ്രാർത്ഥനകൾ ചൊല്ലിക്കൂട്ടിയിട്ടുണ്ട്. എന്റെ സെമിനാരി രൂപീകരണ കാലയളവുകളിൽ ഒരുപാട് പ്രാർത്ഥനകൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ അമ്മയുടെ പെരുവിരൽ തുമ്പിനാൽ നെറ്റിത്തടങ്ങളിൽ വരച്ച വിശുദ്ധ കുരിശിനോളം ബലമുള്ളൊരു പ്രാർത്ഥന ഞാൻ പഠിച്ചിട്ടില്ല. കാരണം വിരൽ തുമ്പിലേക്ക് അവൾ ആവാഹിക്കുന്നത് അവളുടെ ഹൃദയമാണ്, അവളുടെ മനസ്സാണ്, അവളുടെ വാത്സല്യമാണ്, കരുതലാണ്. ഇടിയും മിന്നലും ആർത്തലച്ചു പെയ്യുന്ന തുലാവർഷ സന്ധ്യകളിൽ വീടിന്റെ ഭൂമുഖത്ത് നിന്ന് ഓടി അടുക്കളയിൽ അമ്മയുടെ മടിത്തട്ടിലേക്ക് ഞാൻ ചെന്ന് വീഴുമായിരുന്നു. കാരണം എനിക്ക് ഇടിയും മിന്നലും ഭയമായിരുന്നു, ഇരുളിന് ഭയമായിരുന്നു. അപ്പൊ മടിത്തട്ടിലേക്ക് വാരിയിരുത്തി അമ്മയുടെ പെരുവിരൽ കൊണ്ട് നെറ്റിത്തടങ്ങളിൽ വിശുദ്ധമായ ഒരു കുരിശ് വരയ്ക്കും. എന്നിട്ട് നമ്മുടെ നാട്ടിലൊക്കെ അമ്മമാർ ചൊല്ലുന്ന ഏറ്റവും മനോഹരമായ ഒരു പ്രാർത്ഥന കാതിലേക്ക് ചൊല്ലിത്തരും. യൂതന്മാരുടെ രാജാവായ നസ്രത്തുകാരനായ ഈശോയെ എന്നൊരു പ്രാർത്ഥന. അതിനുശേഷം ബാർബര പുണ്യാളത്തിയോട് ഒരു പ്രാർത്ഥനയുണ്ട് അമ്മയുടെ വക. അമ്മ വിശ്വസിക്കുന്നു, അമ്മയ്ക്ക് വലിയ ബോധ്യമുണ്ട്, മിന്നലിൽ നിന്നും ഇടിയിൽ നിന്നും പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും ഒക്കെ രക്ഷിക്കാൻ കഴിവുള്ള ഒരാളാണ് ബാർബര പുണ്യാളത്തി എന്നുള്ളത്. അങ്ങനെ ആറ്റുനോറ്റ് വളർത്തിയ മക്കളാണ് നമ്മൾ. അതേ മക്കൾ ഇന്ന് വല്ലാണ്ട് വളർന്നു കഴിയുമ്പോൾ, അറിവിന്റെ ചക്രവാളങ്ങൾ വികസിച്ചു കഴിയുമ്പോൾ, ശരീരത്തിനും മനസ്സിനും ഇത്തിരി വ്യാപ്തി വെച്ച് കഴിയുമ്പോൾ പുറംകാലം കൊണ്ട് മാതാപിതാക്കളെ തട്ടിത്തെറിപ്പിക്കുന്നവരാണ് നമ്മൾ. അങ്ങനെയുള്ളവരുടെ ജീവിതങ്ങളിൽ മറിയം എന്നുള്ള അമ്മ പ്രസാദിക്കുമെന്നുള്ളത് നമ്മുടെ വ്യാമോഹമല്ലാതെ പിന്നെ മറ്റെന്താണ്? ഇന്നലെ കയറി വന്ന ഒരു പെണ്ണ് അവളുടെ ഇഷ്ടങ്ങൾക്ക് അമ്മ വഴങ്ങാതെ വരുമ്പോ, അമ്മയെക്കുറിച്ച് കുറ്റം പറഞ്ഞു തരുമ്പോ, ഒരു മകൻ അമ്മയുടെ കരണത്തടിക്കുകയോ അമ്മയുടെ വയറിന് ചവിട്ടുകയോ ചെയ്യുമ്പോൾ ആലോചിക്കണം, ഈ അമ്മ ഇല്ലായിരുന്നെങ്കിൽ മണ്ണിന് മീതെ നിന്റെ അസ്തിത്വത്തിന്റെ നിഴൽ പോലും വീഴാൻ ദൈവം അനുവദിക്കുകയില്ലായിരുന്നു എന്നുള്ളത്. ഒരമ്മയ്ക്ക് നേരെ കരങ്ങൾ ഉയർത്തുമ്പോൾ, ഒരപ്പന് നേരെ കരങ്ങൾ ഉയർത്തുമ്പോൾ, അവരെ തെറിവാക്കുകൾ കൊണ്ട് അഭിഷേകം ചെയ്യുമ്പോൾ, നിന്റെ വയറിന് താഴെ നിന്റെ പൊക്കിൾ കൊടിയിൽ ഒരു വേദന അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിനക്ക് ഉറപ്പാക്കാം, നിന്റെ മുമ്പിൽ നിൽക്കുന്നത് നിന്റെ സ്വന്തം അപ്പനും അമ്മയുമാണ്. കാരണം ഇവിടമാണ് ദൈവം നിന്നെയും നിന്റെ അപ്പനെയും നിന്റെ അമ്മയും ഒക്കെ ബന്ധിപ്പിച്ചൊരു അദൃശ്യമായ കേബിളിന്റെ സ്ഥാനം. ലോകത്ത് ഒരു സർജറിക്കും മായ്ക്കാൻ പറ്റാത്ത ഒരു മുദ്ര നമ്മുടെ ഉദരഭാഗത്ത് ദൈവം സ്ഥാപിച്ചിട്ടുണ്ട്. അതിൽ പൊക്കിൾ കൊടി ബന്ധം മുറിച്ചതിന്റെ ഓർമ്മയാണ്. അതുകൊണ്ട് നമുക്ക് ജന്മം തന്നവരിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആക്ഷേപത്തിന്റെ വാക്കുകൾ ഉയർത്തുമ്പോൾ, അവരെ വേദനിപ്പിക്കുന്ന നടപടികൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ, തെരുവോരങ്ങളിൽ അലയുന്ന യാചകരായി നമ്മുടെ മാതാപിതാക്കളുടെ ജീവിതം നമ്മൾ മാറ്റുമ്പോൾ, അയൽപ്പക്കത്തെ വീട്ടിൽ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി തെണ്ടി നടക്കുന്ന മനുഷ്യരായി നമ്മുടെ മാതാപിതാക്കളെ മാറ്റുമ്പോൾ ഓർക്കണം, നിങ്ങളിൽ ആരിലും മറിയം പ്രസാദിക്കുകയില്ല. ഒരൊറ്റ മനുഷ്യരിലും മറിയം പ്രസാദിക്കില്ല. ഒരുത്തന്റെയും ജീവിതത്തിലേക്ക് ദൈവം കടന്നു വരില്ല, ദൈവത്തിന് വരാൻ പറ്റില്ല. കാരണം ദൈവം സ്ത്രീത്വത്തെ മാനിച്ചവനാണ്, മാതൃത്വത്തെ മാനിച്ചവനാണ്, ആ മാതൃത്വത്തെ സ്വർഗത്തോളം ഉയർത്തിയവനാണ്. ആദിശങ്കരൻ എന്ന് കേട്ടിട്ടില്ലേ? കാലടിയിലെ ശ്രീശങ്കരാചാര്യർ 12ാമത്തെ വയസ്സിൽ സന്യാസ ദീക്ഷ സ്വീകരിക്കാൻ പോയ മനുഷ്യനാണ്. ഒരൊറ്റ മകനാണ്.
ആര്യാമ്പ എന്ന അമ്മ പറഞ്ഞു, നീ സന്യസിക്കാൻ പോകരുത്. കേട്ടില്ല, അയാൾ പോയി. ഭാരതം മുഴുവൻ അലഞ്ഞു നടന്ന് സന്യാസത്തിന്റെ സർവ്വ അറിവുകളും സ്വന്തമാക്കി സർവജ്ഞപീഠം കയറിക്കഴിഞ്ഞ് കുറെ നാളുകൾ അലഞ്ഞതിനു ശേഷം സന്യാസിയായ തത്വചിന്തയുടെ ആചാര്യനായ ശങ്കരൻ വീട്ടിലേക്ക് വരുമ്പോൾ അമ്മ ആര്യാമ്പ രോഗശയ്യയിലാണ്. ആര്യാമ്പ ചോദിക്കും, മോനെ ശങ്കര, നിന്നെ നൊന്ത് പ്രസവിച്ച് വളർത്തിയതിന് നിന്റെ അമ്മയ്ക്ക് എന്താണ് നീ പകരം തരാൻ പോകുന്നത്? ശങ്കരൻ അറിയാം, പഠിപ്പോ അറിവോ ഇല്ലാത്ത ഈ അമ്മ ചോദിക്കുന്ന ചോദ്യത്തിന് തനിക്ക് ഒരിക്കലും പൂർണ്ണമായിട്ട് ഉത്തരം കൊടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ശങ്കരൻ അമ്മയോട് തിരികെ ചോദിക്കുകയാണ്, നൈരുച്യം തനുശോഷണം മലമയീ ശയ്യാസംവത്സരെ. അല്ലയോ എന്റെ അമ്മേ, അമ്മ എന്നെ ഗർഭം ധരിച്ചപ്പോൾ അമ്മയ്ക്ക് വായ്ക്ക് രുചിക്കുറവ് അനുഭവപ്പെട്ടില്ലേ? അങ്ങനെ വായ്ക്ക് രുചിക്കുറവ് അനുഭവപ്പെട്ടതുകൊണ്ട് എന്റെ അമ്മ പല ആഹാര പദാർത്ഥങ്ങളും വേണ്ട എന്ന് വെച്ചില്ലേ? അങ്ങനെ പലതും വേണ്ട എന്ന് വെച്ചതുകൊണ്ട് എന്റെ അമ്മയുടെ ശരീരം വല്ലാണ്ട് ശോഷിച്ചു പോയില്ലേ? ഇനി എനിക്ക് 4-5 വയസ്സ് പ്രായമാകുവോളം എന്റെ മലമൂത്ര വിസർജ്യങ്ങളിൽ ഞാൻ കിടന്നുരുണ്ടപ്പോൾ എന്റെ അമ്മ എന്നെ കോരിയെടുത്ത് കഴുകി വെടിപ്പാക്കി അമ്മയുടെ നെഞ്ചോട് ചേർത്തില്ലേ? നമുക്ക് 4-5 വയസ്സ് പ്രായമാകുമ്പോളം നാം കിടന്ന കട്ടിലിന്റെയോ തൊട്ടിലിന്റെയോ പായയുടെ അരികത്ത് മലമൂത്ര വിസർജ്യങ്ങൾ പുരണ്ട അറപ്പുള്ള ഒരു രൂപമായി നാം കിടന്നപ്പോൾ അമ്മ അറപ്പ് കാണിച്ചില്ല. അമ്മ കോരിയെടുത്ത് കഴുകി വെടിപ്പാക്കി അമ്മയുടെ നെഞ്ചിന്റെ അമൃതകുംഭങ്ങൾ മുലപ്പാലായി നമ്മുടെ അധരങ്ങളിലേക്ക് അമ്മ ഇറ്റിച്ചു തന്നു. സ്നേഹത്തിന് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ ദാഹം ഒരു വൈദ്യുത തരംഗം പോലെ നിന്റെ അധരങ്ങൾ ദർശിച്ചപ്പോൾ അമ്മയുടെ മുലക്കണ്ണാണ് നിന്റെ ദാഹത്തെ ശമിപ്പിക്കാൻ, നിന്റെ സ്നേഹത്തിന് വേണ്ടിയിട്ടുള്ള ദാഹത്തെ ശമിപ്പിക്കാൻ അമ്മയുടെ രക്തത്തെ വെളുപ്പിച്ച് പാലാക്കി നിന്റെ അധരങ്ങളിലേക്ക് തന്നത്. ഇന്ന് ആ അമ്മ, നിന്റെ അപ്പൻ 80-ന്റെയോ 90-ന്റെയോ 100-ന്റെ ഒക്കെ നിറവിൽ വാർദ്ധക്യത്തിലേക്കായി ഓർമ്മശക്തി മരവിച്ച് അറിയാതെ മലമൂത്ര വിസർജ്യങ്ങൾ നടത്തുമ്പോൾ നിനക്കും നിന്റെ മക്കൾക്കും അറപ്പാണ്. ഓർത്തു വെക്കണം, ഹൃദയത്തോട് ചേർത്ത് പിടിക്കണം. ഇന്ന് തണ്ടും തടിയും ആരോഗ്യവും മാൻ പവറും മണി പവറും മസിൽ പവറും ഉള്ളവരൊക്കെ ചരിത്രത്തിന്റെ ഏടുകളിൽ വാർദ്ധക്യത്തിന്റെ ജരാമരകൾ ബാധിച്ച് രോഗപീഠകളേറ്റ് മണ്ണടിഞ്ഞു പോയിട്ടുള്ള പാരമ്പര്യം മാത്രമേ മനുഷ്യകുലത്തിനുള്ളൂ. നാളെ ഇന്ന് തല ഉയർത്തി നടക്കുന്നവരൊക്കെ തല കുനിച്ച് മണ്ണോളം പോകാനുള്ളവരാണ്. ജീവിച്ചിരിക്കുമ്പോൾ സ്വന്തം മാതാപിതാക്കൾക്ക് അവരുടെ തൊണ്ടയ്ക്ക് താഴെ ഒരു ഗ്ലാസ് പച്ചവെള്ളം ഇറക്കാൻ അനുവദിക്കാത്ത മക്കൾ അവർ മരിക്കുമ്പോൾ കാണിക്കുന്ന ചില കോമഡികളൊക്കെ കാണുമ്പോൾ അൾത്താരയിൽ നിന്ന് ഉച്ചത്തിൽ ചിരിക്കാൻ തോന്നും. 16 പള്ളിയിലെ കോംബ്രി, നീണ്ടു നിൽക്കുന്ന ഫോട്ടോ സെഷൻ, പിന്നെ ഫേസ്ബുക്കിൽ അതിൻ്റെ ലൈവ്, പിന്നെ വാട്സപ്പിൽ പ്രിയപ്പെട്ടവർക്ക് അപ്പൻ്റെയും അമ്മയുടെ ക്ലോസപ്പ് ഷോട്ട്. ഇതിനപ്പുറം എന്താണ് മക്കൾക്ക് ചെയ്യാൻ പറ്റുന്നത്? ഇതിനപ്പുറം എന്താ ചെയ്യാൻ പറ്റുന്നത്? ഇന്ന് നമ്മൾ ചെയ്യുന്നത് നാളെ നമ്മുടെ മക്കൾ ഇതിൻ്റെ 100 ഇരട്ടി നമുക്ക് തരും. നമ്മുടെയൊക്കെ കാലഘട്ടം വരുമ്പോൾ മിക്കവാറും ശങ്കരമംഗലം ജംഗ്ഷനിൽ പന്തൽ കെട്ടി മരിച്ചിരിക്കുന്ന നമ്മളെ തൂക്കിയിട്ടില്ല എങ്കിൽ അത് വലിയൊരു അത്ഭുതമായിട്ട് മാത്രം നമ്മൾ കണ്ടാകും. അതുകൊണ്ട് ഈ അമ്മയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ എനിക്ക് പറയാൻ ഒന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഈ പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, അവളെ വണങ്ങുന്നുണ്ടെങ്കിൽ, സ്വന്തം വീട്ടിലേക്കൊന്ന് പോയിട്ട് നിങ്ങളുടെ അപ്പനെ അമ്മയൊക്കെ ഒന്ന് വീടിറങ്ങിപ്പോയവരെയൊക്കെ ഒന്ന് പിടിച്ചുകൊണ്ട് വരും. അവരെ ഒന്ന് സ്നേഹിക്കാനായിട്ട് പഠിക്കുക. ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാരുടെ കൊച്ചു മക്കളൊക്കെ ഉണ്ട്. ഒരമ്മ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത്ര കുറവുള്ള കാര്യമൊന്നുമല്ല. അതിനേക്കാളും വലുതാണ് നിന്റെ അപ്പൻ ആരാന്ന് ചോദിച്ചാൽ മറുപടി പറയാൻ പറ്റുക എന്നുള്ളത്. അമ്മയാണ് അപ്പനെ ചൂണ്ടിക്കാണിച്ചു തരുന്നത്, വേറൊരു വസ്തുതയാണ്. പക്ഷേ അപ്പന്മാരുടെയും അമ്മമാരുടെയൊക്കെ വില അറിയണമെങ്കിൽ കൊച്ചുമക്കള് അപ്പച്ചനും അമ്മച്ചയൊക്കെ മരിച്ചു പോയിട്ടുള്ള കൂട്ടുകാരോട് ചോദിക്കണം, അവരാരാണ്, എന്താണ് നമുക്ക് ചോദിക്കണം, പറഞ്ഞില്ല. അച്ഛന് പറയാൻ ഒരുപാടുണ്ട്, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എൻ്റെ വാക്കുകളെ ഞാൻ ഉപസംഹരിക്കുകയില്ല. ഒറ്റ വാക്യം മാത്രം. അമ്മയുടെ കാൽച്ചുവട്ടിലാണ് സ്വർഗം. മറിയമെന്ന അമ്മയുടെയും നമുക്ക് ജന്മം നൽകിയ നമ്മുടെ അമ്മയുടെ. അതുകൊണ്ട് ഹൃദയത്തോട് നമ്മൾ ചേർത്ത് പിടിക്കുക. ഈ തിരുനാൾ നമുക്ക് നഷ്ടപ്പെട്ട മാതൃവാത്സല്യങ്ങളിലേക്ക് നമുക്കൊരു യാത്ര പോകാനുള്ള സമയമാണ്. നമ്മുടെ അപ്പന്മാരില്ലേ, അമ്മമാരില്ലേ, നമ്മുടെ അപ്പന്മാർക്കൊക്കെ എന്തോരം കൊതിയാണെന്ന് അറിയാമോ? മക്കളൊന്ന് വളർന്നു കഴിഞ്ഞിട്ട് അവരുടെ കവളത്തിൽ ഉമ്മ കൊടുക്കാനായിട്ട്. പക്ഷെ ഒരിക്കലും ചോദിക്കത്തില്ല, ഒരിക്കലും ചോദിക്കില്ല. നമ്മളൊരു 15 വയസ്സൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കൊക്കെ പിന്നെ അപ്പനോട് യാതൊരു ബന്ധമില്ലല്ലോ. അയാൾ ജോലി ചെയ്ത് കൊണ്ടുവരുന്ന പണം വാങ്ങിക്കുക, പഠിക്കാൻ പോകണേ പഠിക്കാൻ പോവുക, വണ്ടി എടുക്കണേ വണ്ടി എടുക്കുക, ഇതിനപ്പുറം ഒരു ബന്ധമൊന്നുമില്ല. അയാൾ പണിയെടുക്കുന്ന ഒരാൾ മാത്രമാണ്. നിങ്ങൾ കവളത്ത് ഒരു ഉമ്മ കൊടുത്തു നോക്കേ, അയാളുടെ മനസ്സിങ്ങനെ അലിഞ്ഞിറങ്ങുന്നത് നമുക്ക് കാണാം. ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ ഒരു മക്കളും അവരങ്ങനെ പരിഗണിക്കാറില്ല. നിങ്ങളുടെ അമ്മമാരെ ഒന്ന് ചേർത്ത് പിടിച്ചു നോക്കേ,
ഭൂമിയിലെ സ്വർഗത്തെ ഹൃദയത്തോട് പിടിക്കുന്നത്. അവരോടൊപ്പം നന്മകളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഈ ദേവാലയത്തിലൊക്കെ ഒന്ന് കാണിക്കുന്ന പ്രദർശനമൊക്കെ ഉണ്ടല്ലോ, വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല. ആദ്യം കുടുംബത്തിനകത്തിരുന്ന് ആ ദേവാലയത്തിനകത്ത് അവിടുത്തെ പ്രതിഷ്ഠയായി അപ്പനെ അമ്മയെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുക. എന്നിട്ട് വന്നൊരു ബലി അർപ്പിക്കുക. അത് കർത്താവ് ഏറ്റെടുക്കും. പക്ഷെ നിർത്തട്ടെ, പറയുന്ന എല്ലാ കാര്യങ്ങളൊന്നും എല്ലാവർക്കും ദഹിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ ഈ വാക്കുകളെ പതുക്കെ അങ്ങോട്ട് നിർത്തുകയാണ്. പറയാൻ ഒത്തിരിയുണ്ട്. എൻ്റെ വാക്കുകളെ ചുരുക്കി കെട്ടുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ ദിനത്തിൻ്റെ എല്ലാവിധ ആശംസകളും ഒരുപാട് സ്നേഹത്തോടെ നിങ്ങൾക്ക് നേരുന്നു. ആമേൻ.